പാർലമെന്റിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും. ജൂലൈ 20-ന് ആരംഭിച്ച വർഷകാല സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഒലിച്ചുപോയിരിക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ചയോടെ സമ്മേളനം അവസാനിക്കും. ഇതിനിടയിൽ സുപ്രധാനമായ പല ബില്ലുകളും പാസാക്കാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും നടന്നിട്ടില്ല. ശേഷിക്കുന്ന ദിവസങ്ങളിൽ അത് നടക്കുമോ എന്നത് കണ്ടറിയണം. ലക്ഷ്യമിട്ടിരുന്നതിൽ പ്രധാനം FCRA ഭേദഗതി ബില്ലാണ്. അത് പാസാക്കാൻ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചില നീക്കങ്ങൾ നടത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന മന്ത്രിയുടെ ആവശ്യം രാഹുൽ അപ്പാടെ തള്ളിക്കളഞ്ഞു. അമിത്ഷാ പാർലമെന്റിലെത്തി പ്രസ്താവന നടത്താതെ ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ. പിന്നാലെ സഭയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് മന്ത്രി റിജിജുവും നിഷികാന്ത് ദുബെയും നടത്തിയത്. KC വേണുഗോപാലിനെതിരെ വ്യക്തിപരമായ പരാമർശങ്ങളും ദുബൈയിൽ നിന്നുണ്ടായി. അതിനിടയിലാണ് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കാനുള്ള നീക്കങ്ങളുമായി BJP രംഗത്തെത്തുന്ന വാർത്ത പുറത്തുവന്നത്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാനുള്ള കൊണ്ടുപിടിച്ച നീക്കങ്ങൾ BJP നടത്തുന്നതായാണ് വിവരം. ഇതിനായി സമ്മേളനം നീട്ടാനാണ് BJP ലക്ഷ്യമിടുന്നത്. വാർത്ത പാർലമെന്ററി കാര്യമന്ത്രി നിഷേധിച്ചെങ്കിലും ബിൽ അവതരണത്തിനുള്ള ചരടുവലികൾ നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യവും മന്ത്രി ഉന്നയിച്ചു. എന്നാൽ ഈ ബില്ലിനോട് തങ്ങൾ സഹകരിക്കില്ലെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി. എന്നാൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു എന്നത് BJP തുറന്നു സമ്മതിക്കാത്തത് അവരുടെ നിലവിലെ ദയനീയ അവസ്ഥ കൊണ്ട് മാത്രമാണ്. ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാകണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണം. അതായത് ലോക്സഭയിൽ 540 MPമാർ ഹാജരായി വോട്ട് ചെയ്താൽ ബിൽ പാസ്സാകുന്നതിന് 360 അംഗങ്ങളുടെ പിന്തുണ വേണം. അതിനിയും ഉറപ്പാക്കാൻ BJPക്കായിട്ടില്ല. അതാണ് അക്കാര്യം തുറന്നു പറയുന്നതിന് BJP നേതൃത്വം മടിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ബിൽ സഭയിൽ അവതരിപ്പിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടതിന്റെ ക്ഷീണം മോദിക്കും അമിത്ഷായ്ക്കും ഇനിയും മാറിയിട്ടില്ല. അന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നതാണ് സർക്കാരിന് തിരിച്ചടിയായത്. ഇന്നു പക്ഷേ പ്രതിപക്ഷത്ത് ആ പഴയ ഐക്യമില്ല. തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് വിഭാഗം ഉൾപ്പെടെ പല പാർട്ടികളെയും പിളർത്തി BJP തങ്ങൾക്കൊപ്പം ചേർത്ത് കഴിഞ്ഞു. ശരത് പവാർ വിഭാഗം NCP പിളർപ്പിന്റെ വക്കിലാണ്. കൂടാതെ കോൺഗ്രസിന്റെ ഉറച്ച സഖ്യകക്ഷിയായിരുന്ന DMK ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ്. ഇതിലൊക്കെയാണ് BJPയുടെ പ്രതീക്ഷ. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും 360 എന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് BJP. നിലവിൽ NDAയ്ക്കൊപ്പമുള്ള പരമാവധി MPമാർ 324 ആണ്. 22 MPമാരുള്ള DMKയും ചേർന്നാലും പിന്നെയും 14 അംഗങ്ങളുടെ കുറവുണ്ട്. ഇനി DMK വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാൽ സഭയിലെ അംഗബലം 518 ആകും. അപ്പോൾ 2/3 ഭൂരിപക്ഷത്തിന് വേണ്ടത് 345 വോട്ട്. അവിടെയും 21 അംഗങ്ങളുടെ കുറവ് വരും. അതിനാൽ അവരെ വരുതിയിലാക്കി ശേഷിക്കുന്ന 14 അംഗങ്ങൾക്കായി ചെറുപാർട്ടികളെ ചാക്കിട്ടു പിടിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടാണ് ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പിന്തുണയ്ക്കായി DMKയുടെ പിറകെ നടക്കുകയാണ് BJPയിലെ രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷാ. കാരണം ഇത് ഷായ്ക്കും മോദിക്കും അഭിമാന പ്രശ്നമാണ്. CJP സമരം തീർത്ത ക്ഷീണം ഈ ബിൽ പാസാക്കി മാറ്റാമെന്നതാണ് BJP ഉദ്ദേശിക്കുന്നത്. ബില്ലിനോട് സഹകരിക്കാമെന്ന നിലപാടിലേക്ക് DMK ഏറ്റവും ഒടുവിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാടിന് കുഴപ്പമില്ലെങ്കിൽ തങ്ങൾ ബില്ലിനെ പിന്തുണയ്ക്കുമെന്നാണ് അവർ പറയുന്നത്. ബില്ലിനെ എതിർക്കണമെന്ന രാഹുലിന്റെ ആവശ്യം DMK തള്ളുകയാണ്. എല്ലാത്തിനെയും കണ്ണടച്ചെതിർക്കേണ്ടെന്നാണ് ഇപ്പോൾ ദ്രാവിഡ പാർട്ടിയുടെ നിലപാട്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധികമായി BJPയെ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്ന പാർട്ടിയാണ് DMK. മുഖ്യമന്ത്രിയായിരിക്കെ BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് ഫാസിസത്തിനെതിരെ പോരാടിയ സ്റ്റാലിന്റെ പാർട്ടിയാണ് ഇപ്പോൾ അവരുമായി കൈകോർക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. തമിഴ്നാടിന് കുഴപ്പമില്ലെന്ന് മാത്രം ഉറപ്പിച്ചാൽ മതി DMKയ്ക്ക്. എന്നാൽ ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ കാര്യം അതല്ല. അതുകൊണ്ട് തന്നെ ബില്ലിനെ എതിർത്ത് തോൽപ്പിക്കേണ്ട ആദ്യത്തെയും അവസാനത്തെയും ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. എന്തായാലും രാഹുലിന്റെ വലിയ വിജയം തന്നെയാണ് BJPയുടെ നിലവിലെ അവസ്ഥ എന്ന് നിസ്സംശയം പറയാം. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് 400 സീറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മോദി ഇറങ്ങിയത്. അതിനെ ഒരു കൈയിൽ ഭരണഘടന എന്തിയാണ് രാഹുലും കൂട്ടാളികളും പ്രതിരോധിച്ചത്. ആ ഭരണഘടനയുടെ ആത്യന്തിക വിജയമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും. 2/3 ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറി തോന്നിയതെന്തും ചെയ്യാമെന്ന BJPയുടെ അതിമോഹമാണ് അന്ന് രാഹുലും കൂട്ടരും പൊളിച്ചടുക്കിയത്. BJP 400 പോയിട്ട് കേവല ഭൂരിപക്ഷം പോലും നേടാനാകാതെ തകർന്നടിഞ്ഞു. ചെറുകക്ഷികളുടെ ദയയിലാണ് മോദി എന്ന സർക്കാർ ഉണ്ടാക്കിയതും 3ാം തവണയും പ്രധാനമന്ത്രിയായതും. അന്ന് കോൺഗ്രസും ഇന്ത്യ സഖ്യവും നേടിയ വിജയമാണ് ഇന്ന് BJPയെ പാർലമെന്റിൽ തുടർച്ചയായി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അട്ടിമറി ജയം നേടാനുള്ള എല്ലാ വഴിവിട്ട നീക്കങ്ങളും BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുറപ്പാണ്. അതിനെ ഇനിയും പ്രതിരോധിച്ച് മുന്നേറാനാകുമോ എന്നതാണ് നിലവിൽ പ്രതിപക്ഷം നേരിടുന്ന ഒരു വലിയ പ്രശ്നം.